എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ഒന്ന്, മിഡ് ഡേ മീൽ സ്കീം. നമുക്കറിയാം, ഉച്ച ഭക്ഷണ വിതരണം അല്ലെങ്കിൽ ആ മിഡ് ഡേ മീൽ സ്കീമിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ. രണ്ട്, സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട്. എന്താണ് സുകന്യ സമൃദ്ധി യോജന? എന്താണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്താണ്? എന്നിങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് ഈ ആർട്ടിക്കിൾ വഴി നമുക്ക് ലഭിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മിഡ് ഡേ മീൽ സ്കീം. ആദ്യമായിട്ട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ തുടങ്ങിയേക്കാം. എവിടെയാണ്, ഏത് കാലഘട്ടത്തിലാണ് ഈ മിഡ് ഡേ മീൽ സ്കീം സ്റ്റാർട്ട് ചെയ്തത് എന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് പോഷണം ഉറപ്പുവരുത്തുവാനുള്ള മിനിമം പോഷണം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി 1995 ഓഗസ്റ്റ് 15 മുതലാണ് മിഡ് ഡേ മീൽ സ്കീം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത്. മിഡ് ഡേ മീൽ സ്കീം വാസ് started in India from 15th of August 1995 under the name of National Program of Nutritional Support to Primary Education. അതായത് ആദ്യത്തെ പേര് ഇപ്പോൾ മിഡ് ഡേ മീൽ സ്കീം ഒന്നും ആയിരുന്നില്ല, പകരം എന്താണ്, നാഷണൽ പ്രോഗ്രാം ഫോർ ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന ഒരു ടൈറ്റിലിൽ 1995 ഓഗസ്റ്റ് 15 ഈ മിഡ് ഡേ മീൽ സ്കീം ആദ്യമായി തുടങ്ങുന്നത്. In October 2007, NPNSPE was renamed as National Program of Midday Meal in Schools, which is popularly known as Midday Meal Scheme. അതായത് മിഡ് ഡേ മീൽ സ്കീം എന്ന ഒരു പേര് ലഭിക്കാൻ തുടങ്ങിയത് 2007 ഒക്ടോബർ മാസം മുതലായിരുന്നു. അതുവരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന NPNSPE എന്ന ടൈറ്റിലായിരുന്നു 1995 മുതൽ 2007 വരെയുള്ള കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 2007 ഒക്ടോബർ ആയപ്പോഴത്തേക്കും നാഷണൽ പ്രോഗ്രാം ഓഫ് മിഡ് ഡേ മീൽ ഇൻ സ്കൂൾസ് എന്ന പേരിലേക്ക് പുനർനാമകരണം ചെയ്യപ്പെടുകയാണ് 2007 ഒക്ടോബറിൽ സംഭവിച്ചത്. എന്തൊക്കെയാണ് ഈ നാഷണൽ മിഡ് ഡേ മീൽ സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത്? ഏതൊക്കെ തലത്തിൽ നോക്കിയാലും മിഡ് ഡേ മീൽ സ്കീമിന് ചില അടിസ്ഥാന തലത്തിൽ ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും അടിസ്ഥാനപരമായിട്ട് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നു, ഇറ്റ് ഈസ് ആക്ച്വലി ടു ഇൻക്രീസ് ദ എൻറോൾമെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോങ്ങിങ് ടു ഡിസഡ്വാൻസ് സെക്ഷൻസ് ഇൻ ദ സ്കൂൾ. സ്കൂളുകളിലെ ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസ്, സൊസൈറ്റിയിലെ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു കുട്ടികൾക്കും അവരുടെ സ്കൂൾ എൻറോൾമെന്റ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കുന്ന ഒരു റേഷ്യോ കൂട്ടുക എന്ന ഉദ്ദേശം എന്തിനുണ്ട്? മിഡ് ഡേ മീൽ സ്കീമുകൾക്കുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഈ മിഡ് ഡേ മീൽ സ്കീമും സ്കൂൾ എൻറോൾമെന്റും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറയുന്നത്? നമുക്കറിയാം, അഡീഷണൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റുകൾ കൊടുക്കുന്നത് കൊണ്ട് പല കുട്ടികൾക്കും അല്ലെങ്കിൽ പേരൻസിനും അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കും കുട്ടികളുടെ ആഹാര കാര്യത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പരിഹരിക്കുവാൻ സ്കൂളുകൾക്കാകും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് കൊണ്ട്, എന്ന ഒരു സാധ്യത തുറന്നു കൊടുക്കുന്നത് കൊണ്ട്, ഇറ്റ് ഒബ്വിയസ്ലി ഇൻക്രീസസ് ദ എൻറോൾമെന്റ് ഓഫ് ചിൽഡ്രൻ ടു ദ സ്കൂൾസ്. നമുക്ക് കുട്ടികളുടെ സ്കൂൾ എൻറോൾമെന്റ് കൂട്ടാൻ സാധിക്കും. അതുവഴി കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ സാധിക്കും. അതുവഴി സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളർത്തുവാൻ സഹായിക്കുന്നു എന്ന ലക്ഷ്യത്തിലാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. രണ്ട്, ലീഡിംഗ് എൻറോൾമെന്റ് ടു ഇൻക്രീസ്ഡ് അറ്റൻഡൻസ് ഇൻ ദ സ്കൂൾസ് ആസ് വെൽ. സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ പ്രിമൈസസിൽ വെച്ചാണ് കുട്ടികൾക്ക് ആഹാരം നൽകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, മിഡ് ഡേ മീൽ ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്കിടയിൽ അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ടാവുന്ന സാഹചര്യം കുറയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇറ്റ് വാസ് ആക്ച്വലി ടു റീറ്റെയിൻ children studying in classes 1 to 8. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ അനുഭവപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകൾ എന്നറിയപ്പെടുന്നത്. ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളെ കമ്പാരിറ്റീവ്ലി കുറച്ചു കൊണ്ടുവരുവാനുള്ള ലക്ഷ്യം കൂടി എന്തിനുണ്ടായിരുന്നു? മിഡ് ഡേ മീൽ സ്കീമിനുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു ചിൽഡ്രൻ ഓഫ് ദി എലിമെന്ററി സ്റ്റേജ് ഇൻ ഡ്രോട്ട് എഫക്റ്റഡ് ഏരിയാസ്. ഇത് കുട്ടികൾക്ക് വേണ്ടുന്ന ന്യൂട്രീഷണൽ സപ്പോർട്ട് ഡ്രൗട്ട് അഫക്റ്റഡ് ഏരിയാസിൽ കുട്ടികൾക്ക് വേണ്ടുന്ന പോഷണക്കുറവുകളെ പരിഹരിക്കുവാനും എന്ത് ലക്ഷ്യം വെച്ചിട്ടുണ്ട്? മിഡ് ഡേ മീൽ സ്കീമുകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പൊ 4 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളാണ്
മിഡ് ഡേ മീൽ സ്കീമിനുണ്ടായത്. ഒന്ന്, സ്കൂളിൽ കുട്ടികളുടെ എൻറോൾമെന്റ് കൂട്ടുക. രണ്ട്, അറ്റൻഡൻസ് കൂട്ടുക. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ റീറ്റൻഷൻ കപ്പാസിറ്റി, അല്ലെങ്കിൽ സ്കൂളുകളിൽ ഈ കുട്ടികളെ റീറ്റെയിൻ ചെയ്യുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി വയ്ക്കുക. 4ാമത്തെ ഒബ്ജക്റ്റീവാണ് എലിമെന്ററി സ്റ്റേജിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യണം, പോഷണക്കുറവ് അനുഭവിക്കുന്ന മേഖലയിലുള്ള കുട്ടികൾക്ക് പോഷണം സപ്ലിമെന്റുകൾ നൽകുക എന്ന 4ാമത്തെ ഒബ്ജക്റ്റീവുമാണ് ഈ മിഡ് ഡേ മീൽ സ്കീം കൊണ്ട് അർത്ഥവത്തായത്. എന്തൊക്കെയാണ് ഈ മിഡ് ഡേ മീൽ സ്കീമിന്റെ പ്രത്യേകതകൾ നോക്കാം. ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് സ്കൂൾ മീൽ പ്രോഗ്രാം aimed to attain the global universalization of primary education. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്കൂൾ മീൽ പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ സ്കൂളുകളിൽ കൊടുക്കുന്ന ആഹാര പ്രത്യേകതകളുടെ ഏറ്റവും ലോകത്തിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതലായിട്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടുന്ന പോഷക സമൃദ്ധമായ ആഹാരം നൽകുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക്, അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പർപ്പസസ്, വി നീഡ് ടു attain the goal of universalization of primary education. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമായി നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫുഡ് അല്ലെങ്കിൽ മീൽ സപ്ലിമെന്റുകൾ നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന്റെ നോഡൽ ഓഫീസർ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ദ ഓതറൈസ്ഡ് ബോഡി ടു ഇംപ്ലിമെന്റ് ദ സ്കീം. ഇതിന്റെ ഓതറൈസ്ഡ് ബോഡി ആരാണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്, MHRD ആണ് ഇതിന്റെ നോഡൽ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യമായിട്ട് നമുക്ക് പറയുന്നത്. ചിലപ്പോൾ ചോദിച്ചേക്കാം, മിനിസ്ട്രി ഓഫ് ചൈൽഡ് അല്ലെങ്കിൽ വിമൻ ചൈൽഡ് മിനിസ്ട്രി ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് നൽകിയേക്കാം. അല്ല, പകരം ഏതാണ്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, MHRD ആണ് ഇതിന്റെ നോഡൽ ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. Hence, cost is shared between the center and the state. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് ആണെങ്കിലും എന്താണ്, 60% സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന് മുകളിലുള്ള ചിലവുകൾ വഹിക്കുന്നത്. അത്തരത്തിൽ ആദ്യമായിട്ട് ഈ മിഡ് ഡേ മീൽ സ്കീം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇതൊക്കെ ഒരു GKയുടെ ഒരു ഭാഗമായിട്ട് ചോദിച്ചാൽ മതി, നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിഡ് ഡേ മീൽ സ്കീം എന്ന രീതിയിലേക്ക് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. ഇതിന്റെ നോഡൽ ഓഫീസർ MHRD ആണ്. ഇതിൽ 60% ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇത്തരത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. In 2001, midday meal scheme became a cooked midday meal scheme under which each eligible child was provided with a prepared midday meal for a minimum of 200 days. അതായത് കുട്ടികൾക്ക് കുക്ക് ചെയ്തിട്ടുള്ള 2001 മുതൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ആഹാരം, അതായത് പാകം ചെയ്ത ആഹാരം നൽകുന്ന ഒരു പ്രോജക്റ്റ്. അതായത് കുറഞ്ഞത് 200 ദിവസങ്ങളിലേക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് കുക്ക്ഡ് മിഡ് ഡേ മീലുകൾ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി 2001 ഈ പ്രോജക്റ്റിനെ ഒന്നുകൂടി റീവാമ്പ് ചെയ്യുകയാണ് ചെയ്തത്. എനർജി ഇൻടേക്ക് 300 കലോറീസ്, പ്രോട്ടീൻ ഇൻടേക്ക് 8 to 12 gram. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഏകദേശം അവരുടെ വെയിറ്റിന് അനുപാതികമായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും എന്താണ്, 2001 മുതൽ ഒരു കുക്ക് മിഡ് ഡേ മീൽ സ്കീമുകളിലേക്ക് പരിവർത്തനം ചെയ്യുകയായിരുന്നു ഇന്ത്യയിലെ, അല്ലെങ്കിൽ നമ്മുടെ സോക്കോൾ മിഡ് ഡേ മീൽ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2001 മുതലാണ് കുക്ക് ഡേ മിഡ് ഡേ മീൽ സ്കീം which was served to each and every single eligible child for another 200 days at least. Till 2002, the scheme was only designed for government aided and local body school. Later, children studying in education guarantee scheme, alternative innovation schemes centered to were included under the scheme. 2002 മുതലാണ്, എന്താ 2002 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് സ്കൂള് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾസ് അല്ലെങ്കിൽ ലോക്കൽ ബോഡി സ്കൂൾസിന് മാത്രമായിരുന്നു നൽകിയിരുന്നെങ്കിൽ 2002 മുതൽ എന്താണ്, എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി സ്കീമിൽ പഠിക്കുന്ന ഓൾട്ടർനേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ടു വെയർ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം. 2002 അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം കൊണ്ട് 2001 എന്തായിരുന്നു, കുക്ക്ഡ് ഫുഡ് ഇംപ്ലിമെന്റ് ചെയ്തതും 2002 ഇതിന്റെ സ്കോപ്പ് എൻഹാൻസ് ചെയ്തതും കൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 വർഷങ്ങളാണ്.
In 2004, MDMS was revised. Central assistance provided for cooking cost. Transport subsidy included for all states, maximum of rupees 100 per quintal for special category states and 75 per quintal for other states. Management, monitoring and evaluation of the scheme. Provision to serve midday meal during summer vacation to the children of drought affected areas was also added. നമുക്കറിയാം 2004 ഒരു പ്രധാനപ്പെട്ട മിഡ് ഡേ മീൽ സ്കീമിന് പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയായിരുന്നു. അതായത് ഈ കുക്കിംഗ് കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മീലിന് വേണ്ടുന്ന ചെലവുകൾ ഏകദേശം 60% ആര് ബെയർ ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് ബെയർ ചെയ്യും എന്നതായിരുന്നു പറഞ്ഞത്. എന്നാൽ 2004 മുതൽ കുക്കിംഗ് കോസ്റ്റ് കൂടി സെൻട്രൽ ഗവൺമെന്റ് ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ട്രാൻസ്പോർട്ട് സബ്സിഡി ഇൻക്ലൂഡഡ് ഫോർ ഓൾ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങൾക്ക് 70 എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്താണ് ട്രാൻസ്പോർട്ട് സബ്സിഡി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ സ്കീം. പ്രൊവിഷൻ ടു, അതുപോലെ തന്നെ എന്താണ് മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ട പോഷകാഹാരത്തിന് വേണ്ട മിഡ് ഡേ മീൽസ് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി 2004 MDMS-ൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2006 എത്തുമ്പോൾ the MDMS was once again revised. Cooking cost was enhanced to rupees 1.8 per children or per child school day for states in northeastern region and 1.5 per child per school day for other states and UTS. എന്താണ് ഈ 1.5% ചൈൽഡ് അല്ലെങ്കിൽ 1.5 per ചൈൽഡ് എന്ന ഒരു കണക്കിലേക്ക് നോക്കാം. 100 കുട്ടികളുണ്ടെങ്കിൽ 100 into 1.5 rupees 150 രൂപയോളം എന്തായിരിക്കും ഒരു സ്കൂളിന് ഒരു ദിവസത്തേക്ക് കുക്കിംഗ് ചാർജ് ആയിട്ട് നൽകുന്നുണ്ട്. അത്തരത്തിലൊരു അപ്ഡേഷൻ എവിടെ സംഭവിച്ചിട്ടുണ്ട്? ഇത്തരത്തിൽ ഈ ഒരു മധ്യ അല്ലെങ്കിൽ മിഡ് ഡേ മീൽ സ്കീമിന് ഒരു അപ്ഗ്രഡേഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് കുട്ടികൾക്ക് പാകം ചെയ്ത ആഹാരം നൽകുവാനുള്ള ഒരു സാധ്യത ലഭ്യമായി. അല്ലായിരുന്നുവെങ്കിൽ ഈ കുക്ക് ചെയ്യാനുള്ള ആളുകളെ കിട്ടുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ സ്കൂളുകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഈസി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നടപടി എന്ന വണ്ണം ഈ സാധ്യത മുന്നോട്ട് വെച്ചു. ന്യൂട്രീഷൻ നോം വാസ് റിവൈസ്ഡ്. Energy intake was increased from 300 calories to 450 calories and protein intake was increased from 8 to 12 grams to 12 grams. അതായത് എന്താണ് 300 കാലറിയിൽ നിന്ന് 450 കാലറിയിലേക്ക് ഉയർത്തുകയും പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് 8 മുതൽ 12 വരെയുള്ളതല്ല 12 ഗ്രാമിലേക്ക് ഉയർത്തുകയും ചെയ്തു. In 2007, class 6 to 8 children studying in 3,479 educationally backward blocks were included in the scheme. 2007 എന്താണ് 6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് എന്താണ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ബ്ലോക്സിലെ കുട്ടികളെ കൂടി എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം എന്ന ഒരു പ്രൊസീജിയറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അപ്ഗ്രഡേഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട 2-3 മാറ്റങ്ങളാണ് 2001 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഒന്ന്, 2001 മിഡ് ഡേ മീൽ സ്കീം ബിക്കെയിം എ കുക്ക്ഡ് മിഡ് ഡേ മീൽ സ്കീം. 2002 എന്താണ് സംഭവിച്ചത്? In 2002, the scheme was already designed in government aided schools, but other schools and education system like education guarantee scheme, alternative and innovative education centers were also included. 2004 എന്താണ് ആദ്യം MDMS റിവൈസ് ചെയ്യപ്പെടുന്നു. കുക്കിംഗ് കോസ്റ്റ് ഷെയർ ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. 2006 എത്തുമ്പോൾ എന്താണ് MDMS വീണ്ടും റിവൈസ് ചെയ്യുകയും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിന് ₹1.80 വീതം കുക്കിംഗ് ചാർജുകൾ സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ₹1.50 പ്ലസ് പെർ ഡേ പെർ സ്റ്റുഡന്റ് എന്ന രീതിയിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനും നൽകുവാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രത്യേകത. 2007 ക്ലാസ് 6 to 8 children studying in 3,479 educationally backward blocks were included in the scheme. Samagra Shiksha Abhiyan supported madrasas and maktabs were included in the scheme 2008. 2008 മദ്രസകളെ അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാൻ സപ്പോർട്ട് ചെയ്യുന്ന മദ്രസകളും മക്തബുകളും കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. Apart from the calories and food intake, for micronutrients, tablets and deworming medicines,
Each child is entitled to receive the amount provided for in the school health program in the National Rural Health Mission as well. എന്താണ് ഇതിന്റെയൊക്കെ 2015 മിഡ് ഡേ മീൽ സ്കീം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിഡ് ഡേ മീൽ സ്കീം rules 2015 are notified on 30th September 2015 under National Food Security Act 2013. Under MDM rules, schools are empowered to utilize other funds for midday meals in case MDM funds to get exhausted. അതായത് 2015 MDM റൂൾസ് പ്രകാരം ഈ ഒരു സ്കൂളിന്റെ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന MDM ഫണ്ടുകൾ കഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ തീർന്നു പോയാൽ മറ്റേതെങ്കിലും ഫണ്ട് അവർക്ക് അവൈലബിൾ ആണെങ്കിൽ അതിൽ ക്രോസ് സബ്സിഡൈസ് ചെയ്യാനുള്ള, ക്രോസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുവാദം സ്കൂളുകൾക്ക് കൊടുത്തുകൊണ്ടാണ് 2015 മിഡ് ഡേ മീൽ സ്കൂൾ റൂൾസ് പുറത്തിറങ്ങിയത്. അതായത് മറ്റേത് പ്രോജക്റ്റുകൾ സ്റ്റോൾ ആയാലും ദ മിഡ് ഡേ മീൽ ഷുഡ് ഗോ ഓൺ. ആ ഒരു തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അത്രയധികം ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പോഷണത്തിൽ അല്ലെങ്കിൽ പോഷകാഹാരത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എടുത്തു പറയേണ്ടത്. ഓൺ ഒക്കേഷൻ where schools and other required bodies are unable to provide cooked meals to children, they are provided to food allowances to beneficiaries. ഏതെങ്കിലും സാഹചര്യത്തിൽ സ്കൂളിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ കുക്ക്ഡ് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ ആയിട്ട് എന്ത് നൽകണം? ഫുഡ് അലവൻസുകൾ ഈ കുട്ടികൾക്ക് നൽകാനുള്ള ഒരു നടപടികൾ ചെയ്യണം എന്നുള്ളതും 2015 റൂൾസ് ആണ്. അക്രഡിറ്റഡ് ടു ലാബ്സ് ടു ടേക്ക് ദ മന്ത്ലി ടെസ്റ്റിംഗ് ഓഫ് മീൽസ് ഓൺ എ റാൻഡം ബേസിസ്. റാൻഡം ബേസിസിൽ സ്കൂളുകളിലെ കുക്ക്ഡ് ഫുഡിനെ റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനും ലാബുകളെ ഈ MDM റൂൾസ് 2015 ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അണ്ടർ MDM റൂൾസ് 2015, if children of any school don't get food for 3 consecutive school days or 5 days in a month, the concerned state government has to fix the responsibility on a person or an agency. അതായത് ഒരു കുട്ടിക്ക് അടുപ്പിച്ചുള്ള 3 ദിവസങ്ങളിൽ ആ കുട്ടിക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് മിഡ് ഡേ മീൽ സ്കീം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിഡ് ഡേ മീൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 5 ദിവസങ്ങളിൽ, ഒരു മാസത്തിൽ 5 ദിവസം കുട്ടിക്ക് ഫുഡ് കിട്ടിയില്ല അല്ലെങ്കിൽ സപ്ലിമെന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിനോട് കംപ്ലൈന്റ് ചെയ്യുകയും സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ഉത്തരവാദിത്തം ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ വ്യക്തിയോ ഏൽപ്പിക്കേണ്ടതുമാണ് എന്നതാണ് MDM റൂൾസ് 2015 മുന്നോട്ട് വയ്ക്കുന്നത്. Salient features of MDM rules 2015. The schools procure AGMAR quality items to prepare midday meals. The meals have to be served in school premises only. സ്കൂളിന്റെ അല്ലെങ്കിൽ അതിർത്തികൾക്കുള്ളിൽ മാത്രമേ എന്ത് നൽകാൻ പറ്റുള്ളൂ? മീൽസ് സെർവ് ചെയ്യാൻ പാടുള്ളൂ. Each school should have a hygienic cooking infrastructure to keep midday meals in a hygienic manner. The school management committee play a vital role in monitoring MDMS, as some school managements are mandated under the Right to Free and Compulsory Education Act 2009, Right to Education Act. അതായത് 2-3 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അഗ്മാർ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമേ സ്കൂളുകൾ പ്രൊക്യൂർ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും സെർവ് ചെയ്യേണ്ടതും വഴിയാണ് സ്കൂൾ പ്രിമൈസസിൽ മാത്രമേ ഈ ഫുഡ് സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഓരോ സ്കൂളിലും എന്തുണ്ടായിരിക്കണം? ഹൈജീനിക് കുക്കിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതിനെ ഓവർസീ ചെയ്യാൻ വേണ്ടി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിരിക്കണം. The headmaster or headmistress are empowered to utilize the school fund on the account of midday meal fund exhaustion. However, the same has to be reimbursed to the midday meal fund as soon as the school is credited with MDM fund. ഏതെങ്കിലും തരത്തിൽ ഫണ്ടുകളെ വകമാറ്റി ഉപയോഗിക്കാനുള്ള അധികാരം ഹെഡ്മാസ്റ്റർക്കോ ഹെഡ്മിസ്ട്രസിനോ നൽകപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഫുഡിന്റെ അല്ലെങ്കിൽ മിഡ് ഡേ മീൽ ഫണ്ട് എക്സോഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. The Food and Drug Administration Department of the state may collect samples to ensure nutritive value and quality of the meals. The food allowance to be provided to the children whenever cooked meals are not provided due to unforeseen circumstances in the manner stated below. Quantity of food grains as per entitlement of the child and cooking cost prevailing in the state. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാരണം കൊണ്ട് ഏതെങ്കിലും മുൻ
കൂട്ടി തീരുമാനിക്കാത്ത ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു ദിവസം ആഹാരം സെർവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആനുപാതികമായിട്ടുള്ള ആഹാരം കുട്ടിക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫുഡ് ഗ്രെയിനുകൾ സപ്ലൈ ചെയ്തിരിക്കണം. ഫുഡ് ഗ്രെയിൻ മാത്രമല്ല, സംസ്ഥാനത്ത് നിലവിലുള്ള കുക്കിംഗ് കോസ്റ്റ് കൂടി ആ കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് MDM റൂളിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അടുത്ത ഒരു പ്രോഗ്രാമാണ് സുകന്യ സമൃദ്ധി സ്കീം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ. Suganya Samruddhi scheme is a small saving scheme under the government of India targeting the parents of any girl child. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ രക്ഷകർത്താക്കൾ ചേരാൻ പറ്റിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു ചെറിയ സമ്പാദ്യശീലം പദ്ധതിയാണ് സുകന്യ സമൃദ്ധി സ്കീം എന്ന് പറയുന്നത്. The scheme focuses on encouraging the parents of the female child for building a fund for their future education and marriage expenses, also known as Suganya Samruddhi account. This scheme was launched by Prime Minister Modi as part of Beti Bachao and Beti Padhao campaign. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പേരന്റ് അവരുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻസിനാണ് ഈ സുകന്യ സമൃദ്ധി സ്കീമിൽ ചേരാൻ സാധിക്കുക. ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു സേവിങ് സ്കീമാണ്, സേവിങ് ഫണ്ടാണ് ഈ സുകന്യ സമൃദ്ധി സ്കീം എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത് 22 ജാനുവരി 2015 ഇൻ പാനിപ്പട്ട്, ഹരിയാന. ഇതൊന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഏതെങ്കിലും GK ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എവിടെയാഴ്ചാണ് സുകന്യ സമൃദ്ധി സ്കീം ലോഞ്ച് ചെയ്തത്? ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് 2015 ജാനുവരി 22 ഈ സുകന്യ സമൃദ്ധി scheme launch ചെയ്തത്. The Suganya Samruddhi scheme provided an interest rate of 8.4% and tax benefits to every account opened under it for July to September 2019. അതായത് 8.4% ഇതിന്റെ ഒരു ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. The Suganya Samruddhi account can be opened at any post office or branch of authorized commercial banks in the country. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കിന്റെ അംഗീകൃത ശാഖകളിൽ നിന്നും എന്ത് ചെയ്യാം? സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ബെട്ടി ബച്ചാവോ ആൻഡ് ബെട്ടി പഠാവോ. ബെട്ടി ബച്ചാവോ ബെട്ടി പഠാവോ ക്യാമ്പയിൻ is a campaign under Government of India that was established for generating awareness and improve the efficiency of the welfare services intended for girls in India. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള വേർതിരിവ്, ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വളരെ വലുതാണ്. അപ്പൊ അത്തരത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ റിസൾട്ട് ആയിട്ട് പലപ്പോഴും നമ്മൾ ഇന്ന് അവിടെ മുൻകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് വരെയും എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഫാമിലിയിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പഠിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫാമിലി ഡൊമസ്റ്റിക് ഹെൽപ്പിന് വേണ്ടി പെൺകുട്ടിയെ സ്വീകരിക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുകയും ആൺകുട്ടിക്ക് മൊബൈൽ ഫോൺ പഠിക്കാൻ നൽകുന്ന അല്ലെങ്കിൽ ഡിവൈസുകൾ പഠിക്കാൻ നൽകുന്ന ഒരു സാഹചര്യം ചിലയിടങ്ങളിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്രോജക്റ്റ് ആണ് പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജന എന്ന് പറയുന്നത്. This scheme was launched by PM Narendra Modi on 22nd of January 2015. നമുക്കറിയാം, which is run jointly by the Ministry of Women and Child Development, Ministry of Health and Family Welfare and Ministry of Human Resources Development. അതായത് ഒരു മിനിസ്ട്രിയുടെ മാത്രമല്ല, ഒരു 3 മിനിസ്ട്രീസിന്റെ ഒരു അധികാരത്തിന് കീഴിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ നടക്കുന്നത്. ഒന്ന് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, 2 മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, 3 മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ്. ഈ 3 മിനിസ്ട്രീസ് ആണ് ഇതിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ഒരു നോഡൽ ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ ഈസ് എ നാഷണൽ ഇനിഷ്യേറ്റീവ് jointly which aims to address the issue of declining child sex ratio image. നമ്മുടെ രാജ്യത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുവാൻ എന്നുള്ള ഒരു ലക്ഷ്യം കൂടി എന്തിന്റെ കീഴിലുണ്ട്? ഈ ഒരു പ്രോജക്റ്റിന്റെ കീഴിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയേണ്ടത്. എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഒന്ന്, as per 2011 national census,
The reduction in the number of female population of certain Indian states continued to decrease. This, as a result, led to establishment of this campaign. പലയിടങ്ങളിലും ഫീമെയിൽ അല്ലെങ്കിൽ പോപ്പുലേഷനിൽ സെൻസസിലെ കണക്കുകൾ പ്രകാരം നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും പോപ്പുലേഷൻ റേഷ്യോയില് ജെൻഡർ എന്ന ഒരു വലിയ ഒരു ഘടകം വരുന്നുണ്ട്. മെയിൽ പോപ്പുലേഷൻ കൂടുകയും ഫീമെയിൽ പോപ്പുലേഷൻ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജന മുന്നോട്ട് വന്നത്. The main objective of Beti Bachao Beti Padhao Yojana are to prevent gender-based selective elimination. അതായത് പലപ്പോഴും നമുക്കറിയാം നമ്മളുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ലിംഗനിർണയം പലപ്പോഴും ഒരു ക്രൈമാണ്. എന്നിരുന്നാൽ പോലും എന്താണ് സെലക്റ്റീവ് എലിമിനേഷൻ ഇവിടെ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സെലക്റ്റീവ് എലിമിനേഷൻ ഓഫ് കിഡ്സ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ BBBP-യുടെ അല്ലെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2, ടു എൻഷുർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ഗേൾ ചൈൽഡിന്റെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സംരക്ഷണവും അവരുടെ വളർച്ചയ്ക്കും വേണ്ടുന്ന സഹായം നൽകുക. എൻഷുറിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഗേൾ ചൈൽഡ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അതിലുള്ള പെൺകുട്ടികളുടെ പങ്കാളിത്തം വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശവും എന്തുണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ സ്കീമിനുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ സ്ട്രാറ്റജീസ് നോക്കാം. ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ക്രിയേറ്റ് ഈക്വൽ വാല്യൂ ഫോർ ഗേൾസ് ചൈൽഡ് ത്രൂ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സസ്റ്റെയിൻഡ് സോഷ്യൽ മൊബിലൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ. പലപ്പോഴും എന്താണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, എങ്ങനെ ഈ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു റേഷ്യോ അനുപാതം ഉയർത്തിക്കൊണ്ട് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് ഈ ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? സിവിൽ സൊസൈറ്റിയുടെ പാർട്ടിസിപ്പേഷൻ, അവർക്ക് വേണ്ടുന്ന മോട്ടിവേഷൻസ്, അവർക്ക് വേണ്ടുന്ന സൊസൈറ്റിക്ക് വേണ്ടുന്ന അവയർനെസ് പ്രോഗ്രാമുകൾ കൂടി എന്തിന്റെ കീഴിലാണ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രോജക്ടിന്റെ കീഴിലായിട്ട് വരിക. The focus to improve the function of issue of declination in CSR SRB in public disclosure, which would be an indicator for good governance. To focus on gender critical districts and cities low on CSR for intensive and integrated action and engaging with communities to challenge gender stereotypes and social norms. നമുക്കറിയാം പലപ്പോഴും എന്താണ് ചൈൽഡ് സെക്സ് റേഷ്യോ വളരെ കുറയുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചൈൽഡ് സെക്സ് ലോ CSR ഉള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിച്ച് അവർക്ക് വേണ്ടുന്ന അവർ അനുഭവിക്കുന്ന ചലഞ്ചുകൾ ഒഴിവാക്കുകയും അവർക്ക് കൂടുതൽ ഇൻകം ജനറേഷനുള്ള സാഹചര്യം കൂടി ഉൾപ്പെടുത്തുക എന്നതാണ് BBBP-യുടെ മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇൻകമും ഈ ഗേൾ ചൈൽഡുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? പല ഫാമിലിയും അല്ലെങ്കിൽ നമ്മുടെ റൂറൽ ഇന്ത്യയിലെ പല കുടുംബങ്ങളും ചിന്തിക്കുന്നത് പെൺകുട്ടികൾ എന്ന് പറയുന്നത് സമൂഹത്തിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വളരെ ചിലവ് വരുന്ന ഒരു വിഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വർത്ത്ലെസ് ഫോർ ദെയർ ഫാമിലി. ഇവർ കല്യാണം കഴിച്ച് മറ്റൊരു ഫാമിലിയിലേക്ക് പോകുന്നത് അവർക്കാണ് ഗുണം കിട്ടുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കല്യാണം അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യും, ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യാറില്ല, ഇവരുടെ ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളെ എലിമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എലിമിനേഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ കുട്ടികളുടെ എന്താണ് ഏതെങ്കിലും ചൈൽഡ് ലേബറിലേക്കോ അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിലേക്കോ വിട്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ള പ്രോഗ്രാമുകളൊക്കെ പലപ്പോഴും MGNREGA പോലുള്ള പ്രോജക്റ്റുകളും അതിലേക്ക് ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. പത്രത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഈ കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ ഇൻക്ലൂഷനിലേക്കുള്ള ഒരു സാധ്യതയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അഡോപ്റ്റീവ് ഇന്നോവേറ്റീവ് ഇന്നോവേഷൻസ് ബൈ ഡിസ്ട്രിക്ട്സ് ആസ് പെർ ദെയർ ലോക്കൽ നീഡ്സ്, കോണ്ടെക്സ്റ്റ് ആൻഡ് സെൻസിബിലിറ്റീസ്. നമുക്കറിയാം രാജ്യത്തിന്റെ ഓരോ സമൂഹവും വ്യത്യസ്തപരമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകളുള്ള ഒരു സമൂഹമാണ് ഇന്ത്യയുടെ. അതുകൊണ്ട് ഓരോ റീജിയനിലും ഓരോ സൊസൈറ്റിക്കും വേണ്ടുന്ന ചില സാധ്യതകൾ, ചില മാർഗനിർദ്ദേശങ്ങൾ വ്യത്യസ്തവുമായിരിക്കും. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും വേണ്ടുന്ന രീതികളിൽ അവരുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്.
Eligibility for Suganya Samriddhi Yojana account. The eligibility criteria for opening an account under Suganya Samriddhi Yojana as follows. Original parents or legal guardians of the girl child can open Suganya Samriddhi account in the name of girl. പെൺകുട്ടിയുടെ പേരിൽ ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവാദമുള്ളതും ആ കുട്ടിയുടെ പേരൻസിനോ രക്ഷകർത്താക്കൾക്കോ ലീഗൽ ഗാർഡിയൻസിനോ മാത്രമായിരിക്കണം. The girl child should be less than 10 years at the time of account opening, which will be operative till the age girl reaches the age of 21 years. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 10 വയസ്സിൽ താഴെ ആയിരിക്കണം. ഈ അക്കൗണ്ട് എത്ര വയസ്സ് വരെയാണ്? പെൺകുട്ടിക്ക് 21 വയസ്സ് വരെയാണ് ഇതിന് ഓപ്പറേറ്റീവായി മാറുന്നത്. അതായത് കുട്ടിക്ക് 9 വയസ്സിൽ വേണമെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, പക്ഷെ 21 വയസ്സ് വരെയാണ് സുകന്യ സമൃദ്ധി യോജനയുടെ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ഓപ്പണിംഗ് an account is ₹250, which can reach up to a maximum amount of 1,50,000 annually with further deposit in multiples of ₹100. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ 250 രൂപ മുതൽ മാക്സിമം ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം. There can be only one account per child under Suganya Samriddhi Yojana. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇത് പലപ്പോഴും ഒരു പ്രിലിമിനറി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൻസ് എക്സാം എഴുതുന്ന സമയത്ത് ചില വിമൻ എംപവർമെന്റ് പ്രോജക്റ്റുകളായിട്ടോ നമുക്ക് ഉൾക്കൊള്ളിച്ച് എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ് ഇതൊക്കെയും. അതുകൊണ്ട് ഇതൊന്ന് കൃത്യമായിട്ട് വായിക്കുകയും കൃത്യമായിട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുകയും ശ്രദ്ധിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.